ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായി ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായി ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ട്രയാങ്കുലർ സ്റ്റേഷനായി വികസിപ്പിക്കൽ, റെയിൽവേ മെഡിക്കൽ കോളേജ്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സ്വാമി വിവേകാനന്ദന്റെ പേര് നൽകൽ, ചോറാട്ടൂർ, ത്രാങ്ങാലി, പള്ളം പ്രദേശങ്ങളിലേക്ക് റെയിൽവേയുമായി സഹകരിച്ച അടിപ്പാത നിർമ്മിക്കൽ എന്നിവയാണ് മറ്റ് പ്രധാന പദ്ധതികൾ. ഭാരതപ്പുഴ കുറ്റിപ്പുറം തീരദേശ റോഡ് സാക്ഷാത്കരിക്കൽ, മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഭാരതപ്പുഴ, തൂതപ്പുഴ എന്നീ നദികളെ കേന്ദ്രീകരിച്ച പുതിയ പദ്ധതികൾ, 3 വർഷം കൊണ്ട് മണ്ഡലത്തിൽ മുഴുവൻ വീടില്ലാത്തവർക്കും വീട് ഉറപ്പുവരുത്തൽ, ചെർപ്പുളശ്ശേരിയിൽ ഒരു സർക്കാർ കോളേജ് ആരംഭിക്കൽ, പ്രാഥമിക സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കൽ, ശുചിത്വ ഷൊർണൂർ പദ്ധതിയുടെ സ്വപ്ന സാക്ഷാത്കരണം, കേരളത്തിലെ മികച്ച ടൂറിസം മേഖലയായി ഷൊർണൂരിനെ ഉയർത്തൽ, ചളവറ കേന്ദ്രീകരിച്ച് നെല്ല് സംഭരണശാലയും അരിമില്ലും ആരംഭിക്കൽ, കുളപ്പുള്ളി കേന്ദ്രീകരിച്ച് വ്യവസായ പാർക്ക് ആരംഭിക്കൽ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ എന്നിവയാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിട്ടുള്ള പ്രധാന പദ്ധതികൾ. യഥാർത്ഥത്തിൽ എത്തിപ്പിടിക്കാമായിരുന്ന വലിയ വികസനത്തിന്റെ വലിയ പന്ഥാവിലേക്കൊന്നും ഉയരാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു പ്രദേശമാണ് ഷൊർണൂർ എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കാരണം ഷൊർണൂരിന് ചരിത്രപരമായി തന്നെ വലിയ ആനുകൂല്യങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായിരുന്ന, ഏറ്റവും വികസിതമായിരുന്ന, ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമായിട്ടാണ് ഷൊർണൂർ സ്വാതന്ത്ര്യത്തിന് മുൻപ് പോലും ഗണിക്കപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സദേൺ റെയിൽവേ ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷൻ ആരംഭിക്കുന്നത് ഷൊർണൂരിലാണ്. ഷൊർണൂരിന് ഭൂമിശാസ്ത്രപരമായി തന്നെയുള്ള വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷൊർണൂരിന് വലിയൊരു പ്ലസും വലിയൊരു അഡ്വാൻറ്റേജുമാണ്. കാരണം ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം ഷൊർണൂരുണ്ട്. അതുകൊണ്ടാണ് ഷൊർണൂർ കണക്ടിവിറ്റിയുടെ ഒരു കേന്ദ്രമായി മാറുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും ഏതാണ്ട് ഒരേ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് തൊഴിലിന് വേണ്ടിയിട്ടോ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടോ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലം, ഭൂമിയുടെ ലഭ്യത ധാരാളമുള്ള സ്ഥലം, ജനസാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ ആളുകളെ കുടിയൊഴിപ്പിക്കാതെ തന്നെ ഭൂമി ഏറ്റെടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാധിക്കുന്ന സ്ഥലം, ജലത്തിന്റെ ലഭ്യത വളരെ കൂടുതലായിട്ടുള്ള സ്ഥലം, 2 പുഴകൾ ചേർന്ന് ഒഴുകുന്ന, തെക്ക് ഭാരതപ്പുഴയും വടക്ക് തൂതപ്പുഴയൊക്കെ ഒഴുകുന്നത് കൊണ്ട് ജലലഭ്യത വളരെ കൂടുതലുള്ള സ്ഥലം. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസ്, ഈ സാമഗ്രികൾ, സാധന സാമഗ്രികൾ കൊണ്ടുവരാൻ റെയിൽവേയുടെ യാത്രാ സൗകര്യം ധാരാളമുള്ള സ്ഥലം എന്നിങ്ങനെയുള്ള വളരെ പ്രാധാന്യങ്ങൾ ഈ ഷൊർണൂരിലുണ്ട്. അതുകൊണ്ടാണ് റെയിൽവേ മാത്രമല്ല ആദ്യകാലത്തെ സ്റ്റീൽ ഉരുക്ക് വ്യവസായങ്ങളെല്ലാം ഒരു കാലത്ത് ദക്ഷിണ ഭാരതത്തിന്റെ ജംഷഡ്പൂരാവും ഷൊർണൂർ എന്നാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. ആദ്യകാലത്ത് സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ് എല്ലാം ആരംഭിക്കുന്ന ഷൊർണൂരിലാണ്. 11 മേഖലകൾക്കായി 50-ലധികം പദ്ധതികളാണ് പ്രകടന പത്രികയാൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രകടന പത്രികയുടെ പ്രകാശനം പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിരീക്ഷകനും ഉടുപ്പിയിൽ നിന്നുള്ള BJP നേതാവുമായ ഉദയകുമാർ ഷെട്ടി നിർവഹിച്ചു. NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസ്, BJP വെസ്റ്റ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ, സോണൽ വൈസ് പ്രസിഡന്റ് KV ജയൻ, BDJS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ രാജ്, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K പ്രസാദ്, N മണികണ്ഠൻ, സുമാ ബാബു, MP സതീഷ് കുമാർ, R രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. हमारा लोकसभा में आउट ऑफ 7 में हम 4 जीतेंगे, 4 इसमें हमारा षोर्णूर का भी हमारा कैंडिडेट है षोर्णूर। ये सर्वे में रिपोर्ट का बात नहीं बताता। अभी केरल में 2 ही पार्टी थे, LDF और UDF। एक बार LDF आता था, दूसरा बार UDF आता था। अभी LDF ये कम्युनिस्ट पार्टी इधर भी नहीं है, वेस्ट बंगाल में नहीं है और त्रिपुरा में थी, त्रिपुरा में नहीं है। ये बचा है केरल। इस बार केरल में भी LDF का पूरा पब्लिक को विश्वास नहीं है। ये आशा है पूरा जगह में भारतीय जनता पार्टी इधर भी देश में हो, पूरा राज्य का पार्टी में हमारा सत्ता में है भारतीय जनता पार्टी। इस बार केरल में भी भारतीय जनता पार्टी का सत्ता में आएगा, ऐसा हमारा पूरा विश्वास है। वो इधर का षोर्णूर में हमारा अच्छा कैंडिडेट
सोनाली दास बेस्ट कैंडिडेट। ये पार्टी से वो साथ काम कर रहे हैं, एडवोकेट भी है, वो पूरा जानता है वो हमारा मतदार के दिल में क्या है, क्या करना है। मैं मुनर पड़ गए थे। ന്യൂസ് ഡെസ്ക് CCV